ഈ ഈ സമരത്തെ നല്ല വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത്. ചിലപ്പോൾ അവരുടെ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർ കുറച്ച് ശക്തമായി ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വന്നേക്കാം. ഇത് ആശാ വർക്കർമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേ ആവശ്യം, ഇതിനേക്കാളും മെച്ചപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു സമരം നടന്നു. അവർ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു. ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് സമഗ്രമായി പഠിച്ച് ആനുകൂല്യങ്ങൾ നൽകാനുള്ള അന്വേഷണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു. കുറേ കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. അതിനെ തുടർന്ന് മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ സംഘടന പിന്നീട് സമരത്തിലേക്ക് വന്നില്ല. അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിയുമ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരം. ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ലത്. ഞാൻ 13,500 രൂപ പ്രതിമാസം അവർക്ക് ലഭിക്കുന്നുണ്ട്. 1,600 രൂപയാണ് ഇവിടെ പാവപ്പെട്ട ഒരു ഗതിയുമില്ലാത്ത, ജീവിക്കാൻ ഗതിയില്ലാത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഗവൺമെൻറ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഇതുപോലെ തൊഴിലുറപ്പുകാരുണ്ട്. ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പല മേഖലകളിലുമുള്ളവരുണ്ട്. അവരെ എല്ലാം സഹായിക്കണമെന്ന മനോഭാവം മാത്രമേ ഈ ഗവൺമെൻറ്റിനുള്ളൂ. ഇതെല്ലാം വെച്ച് നോക്കിയാൽ ആശാ വർക്കർമാർക്ക് അവർക്ക് 13,500 എങ്ങനെയാണ് എത്തിയത്? 1000 അവരുടെ അലവൻസ്. ആ 1000-ൽ നിന്ന് 13,500 പടിപടിയായി അവർ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇനിയും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിലൊന്നും തടസ്സമുള്ളൊരു ഗവൺമെൻറ് അല്ല ഇത് എന്നുള്ളത് ഈ ഗവൺമെൻറ്റിനെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം. പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആശാ വർക്കർമാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും ചുരുക്കം ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ ബോധ്യപ്പെടുത്താതിരിക്കാനും അവരെ കുറച്ച് വരുന്ന ആളുകളെ വഴിതെറ്റിച്ച് സമരത്തിലേക്ക് നയിക്കാനും രാഷ്ട്രീയമായി ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തുന്ന വലതുപക്ഷ ശക്തികൾ, അതിൽ തന്നെയുള്ള വലതുപക്ഷ തീവ്രവാദ ശക്തികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കലാപത്തിന് പോലും ആഹ്വാനം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു സമരമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇതൊന്നും നാട്ടിന് ഗുണം ചെയ്യുന്നതല്ല. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഞങ്ങൾ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമരങ്ങളെയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടനവധി ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ഫലമായിട്ടാണ് കേരളം ഇന്ന് മിനിമം വേജസ്, എല്ലാവർക്കും തൊഴിൽ സംരക്ഷണം, തൊഴിൽ ലഭിക്കാനുള്ള അവകാശം, അവരുടെ തൊഴിലിന് ശേഷം ജീവിക്കാനുള്ള അവകാശം, ഇതൊക്കെ അംഗീകരിച്ച് ലഭിച്ച് നേടിയെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സേവന സന്നദ്ധതയ്ക്ക് വേണ്ടി ഒരു സേവന സന്നദ്ധരായ ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണിത്. ആ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും എല്ലാം നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത് സാധാരണ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് നിശ്ചയിച്ച് പിന്നീട് കുറേ കാലം ജോലി ചെയ്ത് സർവീസിലേക്ക് വന്നവരെ പോലെ ഉള്ളവരല്ല. ഇത് സാമൂഹ്യ സേവന പ്രതിബദ്ധതയുള്ളവരെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനസേവനത്തിന് ഉപയോഗിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കൊരു ജീവിക്കാനുള്ള ചെറിയൊരു ആനുകൂല്യം, ഒരു ആനുകൂല്യം എന്നുള്ള നിലയിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഗവൺമെൻറ് അവരുടെ എല്ലാ കാര്യവും മനസ്സിലാക്കി അവർക്ക് ടെലിഫോൺ ചെയ്യണം, ചിലത് അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും, അവർക്ക് തന്നെ ജീവിക്കേണ്ടി വരും. ഈ ആശാ വർക്കർമാരിൽ തന്നെ നല്ലൊരു ഭാഗം ആളുകൾ മറ്റു ജോലി ചെയ്യുന്നവരാണ്. ഈ നമ്മുടെ പല സഹകരണ സംഘങ്ങളിലും പിക്മി പിരിവുകാരാണ്, പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവരെല്ലാം അവർക്ക് ആ ജോലിക്ക് ശേഷമുള്ള സമയം ഈ സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനകത്തു നിന്നുകൊണ്ട് മാത്രമേ നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. അല്ലാതെ ഞങ്ങൾക്ക് ശമ്പള പരിഷ്കരണം വേണം, ഞങ്ങൾക്ക് പെൻഷൻ വേണം, സർക്കാർ ജീവനക്കാരെ പോലെ പരിഗണിക്കാൻ സാധിക്കുമോ? ആർക്കെങ്കിലും കഴിയുന്നതാണോ? അതുകൊണ്ട് UDF-നെ പോലെയുള്ള കക്ഷികൾ ഇവരെല്ലാം ഈ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് എന്തിനും ഇളക്കി വിടുന്ന നിലപാടും അവരെ മാറ്റി തീർക്കണം. ആ നിലപാട് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ട് അവർ ചിന്തിക്കണം, ഇത് ആശാ വർക്കർമാർ ഇത് അവരെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അവരെ വഴിതെറ്റിച്ച് അവരുടെ താല്പര്യങ്ങളിൽ നിന്നും അവരെ ജനവിരുദ്ധ ശക്തികളാക്കി തീർക്കാനുള്ള
ചില ശക്തികളുടെ ഗൂഢമായ ആലോചനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഈ സമരമുഖത്തുള്ള ആശാ വർക്കർമാർ അടിയന്തരമായും അവർ തൊഴിൽ മേഖലയിലേക്ക് പോയി അവരിൽ അർപ്പിതമായിട്ടുള്ള സാമൂഹ്യ സേവനം ആ പ്രവർത്തനം ചെയ്യുക. ഗവൺമെൻറ് കഴിയാവുന്നതെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിന്? അതൊരു പുസ്തകം എഴുതുന്നതും ഇതാണോ പാർട്ടി സമ്മേളനം എന്ന് നിങ്ങൾ ധരിച്ചു? ഞാൻ ചോദിച്ചത് നിങ്ങളിൽ എത്ര ചെറുതായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതൊരാളും ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമല്ലേ. അതൊരു രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടി സമ്മേളനമായിട്ട് എന്താ ബന്ധം? ഇത് ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം, നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ പൊതുവിഷയങ്ങൾ, ബഹുജനങ്ങളാകെ അനുഭവിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ, അതിലെടുക്കേണ്ട നിലപാടുകൾ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം. ഇതേതോ കുബുദ്ധികൾ ഏതോ ദുഷ്ടലാക്കോടുകൂടി എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെച്ച് ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വിധേയമായി പറഞ്ഞ് വാർത്തയുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അതിനൊന്നും അധികം ആയുസ്സുണ്ടാകില്ല. അത് വിളി കേട്ടപ്പോൾ ഞാനത് കേട്ടതാണ്. ഈ അഹംഭാവത്തിനും അതുപോലെ തന്നെ ഇതിനൊന്നും ഒരു മരുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യം, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൊള്ളില്ല. അയാൾ ഈ പ്രതിപക്ഷ നേതാവാകാൻ പറ്റുന്ന കഴിവുള്ള ആളല്ല. പഴയ ഞാൻ തന്നെയാണ് പ്രമാണി, എനിക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രാപ്തി എന്ന് കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്താൻ, അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനുള്ളൊരു വേദിയായിട്ടാണ് ഇത്തരത്തിലുള്ള പദങ്ങളുടെ പ്രയോഗങ്ങളും നിലപാടുകളും. കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഏതാണ്? ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന, നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന, വിദ്യാർത്ഥികൾ നേരിടുന്ന ഗൗരവമേറിയ മയക്കുമരുന്നിൻ്റെ വിഷയമാണ്. ആ മയക്കുമരുന്നിൻ്റെ വിഷയത്തിന് പകരം മുഖ്യമന്ത്രിയെപ്പോലെ ആദരണീയനായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തുള്ള പ്രായസ്ഥനായ ഒരു വലിയ ഉന്നതനായ നേതാവിനെ വിളിക്കുന്നവരുടെ ഔചിത്യമാണ്. അതിൻ്റെ ന്യായാന്യായതകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരെ തൃപ്തിപ്പെടുത്താൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രയോഗിക്കേണ്ടതില്ലായിരുന്നു. അത് പോയിട്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പ്രയോഗിക്കുമോ? രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയി പ്രയോഗിക്കുമോ? അപ്പോഴറിയും. അപ്പോൾ പ്രയോഗമെന്ന് പറയുന്നത് തികച്ചും സതുദ്ദേശപരമല്ല. ഞാൻ ആ പ്രയോഗം കേട്ട ഒരാളാണ്. ആ പ്രയോഗം ശരിയായിട്ടുള്ളതല്ല. അത് വി.ഡി. സതീശനെ ചെറുതാക്കാനും പ്രമാണിത്വം കാണിക്കാനുമുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ.